ഹലോ ഫ്രണ്ട്സ്, ബ്രഹ്മയുഗം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹൊറർ ഫാൻറ്റസി സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് പ്രണവ് മോഹൻലാൽ നായകനായ ദിയാസ് ഇറൈ എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പം അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ശരിക്കും കിടിലമായിട്ടാണ് തോന്നിയത്. കിടിലം ഒരു എഡിറ്റിങ്ങും പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഹൊറർ എഫക്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര വലിയൊരു ഗുമ്മായിട്ട് തോന്നിയൊന്നുമില്ല, ഒരു ഡീസൻറ്റ് ടീസർ. ഇത്ര വലിയൊരു ഡീറ്റെയിലും കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു ടീസറിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ ടീസർ കട്ടിലേറ്റ് അവസാനം മാത്രമേ ഇതിനകത്തൊരു എന്തോ ഒരു തിങ് അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് നമ്മളെപ്പോലും ബോധ്യപ്പെടുത്തുന്ന ഒരു ഡീസൻ്റായിട്ടുള്ള ഒരു ടീസർ തന്നെയാണ്. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ആ ലുക്കും കുഴപ്പമില്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ പല സിനിമകൾ ആവർത്തിച്ചിട്ടുള്ള സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞിട്ടുള്ളത്. ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ ചാവുന്ന ആത്മാക്കൾ പൂർണ്ണമായും ഈ ഭൂമി വിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില ഷോട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷോട്ടിനകത്ത് കണ്ണാടിയുടെ ബാക്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ നിഴലല്ലാതെ വേറെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ എന്തോ ഒരു തിങ് ഒരാളും കൂടെ ആ സിനിമയിൽ ഉണ്ടെന്ന് നമ്മളെയും കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു സീനാണ്. അങ്ങനെ എന്തായാലും ഡീസൻ്റ് ആയിട്ടുള്ള ടീസർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് അടിക്കാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. ഡിയാസ് ഇറൈ എന്ന സിനിമയുടെ ടീസർ തിയേറ്ററിൽ കളിക്കുന്ന ഇത് മുന്നത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് മാറ്റി എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമായിരിക്കാം. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. നമുക്കിപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല സിനിമയുടെ ആ ഒരു സ്റ്റോറി ലൈൻ എന്തുവാണെന്നോ സിനിമയിൽ എന്തുവാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും സിനിമ ട്രെയിലറും ബാക്കിയുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നേ ഉള്ളൂ. എന്തരാവോ എന്തോ. പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ് അടിക്കാൻ മറക്കല്ലേ.